അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അള്ളാഹു നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളുടെ എല്ലാ മുറാദുകളും, ഒരുപാട് ആഗ്രഹങ്ങളുണ്ടല്ലേ, അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് പൂവണിഞ്ഞ് തരട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, പരിശുദ്ധ റമദാനൊക്കെ ഇനി നമ്മളിലേക്ക് ആഗതമാകാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ. കുറച്ച് ദിവസങ്ങൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? കാരണം ഓരോ ദിവസവും എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോണത്. മറ്റേതൊരു ദിവസം കഴിയണം എന്നുണ്ടെങ്കിൽ, ഒരു നേരം വെളുത്ത് വൈകുന്നേരം ആകണം എന്നുണ്ടെങ്കിൽ എത്ര ടൈം എടുക്കും. ഇത് ഒരു 12 മണി, രാവിലെ 7 മണി, പിന്നെ 12 മണി ആവണമെങ്കിലൊക്കെ ഇതാ അറിയുമ്പോഴത്തേനാവും. നമ്മൾ ഓരോ ജോലിയിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ നമ്മൾ സമയം പോണതേ അറിയില്ല. അങ്ങനെയാണല്ലേ. അതുപോലെ തന്നെ ഉള്ളതാണ് നമ്മുടെ ഈ റമദാൻ മാസം നമ്മളിലേക്ക് ആഗതമാകാൻ ഇനി കുറച്ച് ദിവസങ്ങളുള്ളൂ അല്ലേ. അപ്പോൾ പരിശുദ്ധമാക്കപ്പെട്ട അതിൻ്റെ ഇടയിൽ നമുക്ക് ബറാഅത്ത് വരുന്നുണ്ട്. അങ്ങനെ ഓരോ ദിനങ്ങൾക്കും ഓരോരോ പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെ ഓരോ ദിവസത്തിനും പ്രത്യേകതകളുണ്ട്. ബറാഅത്ത് രാവിലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന രാവാണല്ലേ. അതുപോലെ തന്നെ ഈ ശഅബാൻ മാസത്തിലെ എല്ലാ ദിവസവും നമ്മൾ എന്ത് അമൽ ചെയ്താലും ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ഒരു മാസം കൂടിയാണ് ഈ മാസം. അപ്പോൾ നമ്മളെല്ലാവരും ചെയ്യേണ്ട, നമ്മൾ സത്യവിശ്വാസികളല്ലേ, നമ്മളെല്ലാവരും പരിശുദ്ധ ഖുർആന് നമ്മളെ കൊണ്ട് കഴിയണ അത്രയും നമ്മളൊരു ദിവസം ഓതണം. അങ്ങനെ ഊതിയിട്ട് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും, നമുക്ക് എന്ത് മുറാദുണ്ടെങ്കിലും അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരും. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനെ മുൻനിർത്തിയിട്ട് നമ്മുടെ ആവശ്യം എന്ത് വേണമെങ്കിലും എത്ര വലിയ കഠിന ആഗ്രഹമാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരും. പിന്നെ കഴിയുന്നവരും ഒരു മാസത്തിൽ, ഇപ്പോൾ ഈ ശഅബാൻ മാസത്തിൽ അല്ലെങ്കിൽ റജബ് മാസം കഴിഞ്ഞു പോയില്ലേ, ആ റജബ് മാസത്തിൽ ആരൊക്കെ ഹത്തം തീർത്ത് വരുന്നുണ്ട്? ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഹത്തം തീർത്തുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കട്ടോ. അല്ലെങ്കിൽ ഈ ശഅബാൻ മാസത്തിൽ ആരൊക്കെ ഹത്തം തീർക്കും എന്ന് നിയ്യത്ത് വെച്ചവരുണ്ട്, അവരും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കട്ടോ. അപ്പോൾ ഒരു മാസത്തിൽ നമ്മൾ ഒരു തവണയെങ്കിലും പരിശുദ്ധ ഖുർആൻ നമ്മൾ ഖതമ് തീർത്താൽ അതിന് വളരെ പുണ്യമുള്ള കാര്യമാണ്. അപ്പം നമ്മൾ സ്ത്രീകൾക്ക് ഇപ്പോൾ പീരീഡ്സിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അല്ലേ, ചില സാഹചര്യത്താൽ. അപ്പോൾ നമ്മൾ ഒരു 40 ദിവസം കൂടുമ്പോൾ 40 ദിവസം വെച്ചിട്ട് അങ്ങനെ നമ്മൾ ഓതിക്കഴിഞ്ഞാലും നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരും. കഴിയുന്നവരെ ഒരു മാസത്തിൽ തീർക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ 40 ദിവസം വെച്ചിട്ടെങ്കിലും 40 ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഹത്തം തീർക്കാൻ ശ്രദ്ധിക്കണം. മിക്കവരും ഈ റമദാൻ മാസം വരുമ്പോൾ മാത്രം ഒരു ഹത്തം തീർക്കണവരുണ്ടല്ലേ. എനിക്കറിയണ കുറേ ആൾക്കാർ അങ്ങനെയുള്ളവരാണ്. അല്ലാത്തന്നൊക്കെ ഇങ്ങനെ 1 പേജ് 2 പേജ് അങ്ങനെ ഓതുന്നവരാണ്. അങ്ങനെയെങ്കിലും ഓതണം. പക്ഷേ ഖതം തീർത്താണ്ടല്ലോ നമുക്ക് ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പരിശ്രമിച്ച് കഴിഞ്ഞാൽ, കാരണം നമ്മൾ കുറച്ച് പരിശ്രമിച്ച് കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും. അപ്പോൾ നമ്മൾ എന്തൊരു ജോലി ചെയ്യുകയാണെങ്കിലും നമ്മളൊരു അതിൻ്റേതായിട്ടുള്ള ഹാർഡ് വർക്ക് ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് പഠിച്ചോന് പെട്ടെന്ന് നിറവേറ്റി തരണമെന്നുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇബാദത്ത് ചെയ്യണ്ടേ. അപ്പോൾ അതിന് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഫലം കിട്ടും. മനസ്സിന് സമാധാനവും ശാന്തിയും ഒക്കെ കിട്ടും, ടെൻഷനും ഒക്കെ മാറും. അപ്പം എല്ലാവരും അങ്ങനെ ഓതാൻ ശ്രമിക്കണം കേട്ടോ. രാവിലെയും വൈകുന്നേരമൊക്കെ എന്ന് നമ്മൾ കുറേയൊക്കെ നമ്മളിവിടെ ജീവിക്കണ്ടല്ലോ. അപ്പോൾ നമ്മൾ കുറേ
ഉറങ്ങണ സമയമൊക്കെ എന്താ രാവിലെ നേരത്തെ എണീറ്റ് ഒരു ജുസോ അല്ലെങ്കിൽ ഒരു 20 പേജോ അങ്ങനെയൊക്കെ ഓതിയിട്ട് എങ്ങനെയാണെങ്കിലും നമ്മൾ ഒരു ദിവസത്തിൽ ഒരു ജുസൊക്കെ വെച്ചിട്ട് നമ്മൾ ഓതി നമ്മളെ ഇതിന് അല്ലെങ്കിൽ ഒരു 10 പേജ് ഓതി അങ്ങനെയൊക്കെ രാവിലെ 10 പേജും വൈകുന്നേരം 10 പേജും അങ്ങനെയൊക്കെ ഓതിയിട്ടോ എങ്ങനെയെങ്കിലും ഒരു ദിവസത്തിലൊരു ജുസോ അത് അങ്ങനെ വെറുതെ അങ്ങനെ ഓതണം വിചാരിച്ചിട്ട് അങ്ങനെ ഊതണം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഈ തജ്വീദിൻ്റെ നിയമങ്ങളൊന്നും ഇല്ലാതെ ഓതിയാൽ അതിന് പ്രതിഫലം കിട്ടൂല കേട്ടോ. നമ്മൾ തജ്വീദിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് സാവകാശത്തിൽ ആ ഹർക്കത്തും ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഓതാൻ. മൂടി മറച്ചിട്ട് അങ്ങനെ ഖുർആൻ ഓതുമ്പോൾ കുറേ മര്യാദകളുണ്ടല്ലോ, അതൊക്കെ പാലിച്ചിട്ട് വേണം കേട്ടോ ഓതാൻ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഈ ശഅബാൻ മാസത്തിൽ ഒരു ഖത്മെങ്കിലും നിങ്ങൾ തീർക്കാൻ ശ്രമിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങളെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തണം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.